ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുജിഷ്ക ERPയുടെ വാൻ സെയിൽസ് ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ അതിലെ വെബ് ക്രിയേഷനും കാര്യങ്ങളാണ്. നമുക്ക് വാനിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മാസ്റ്റർ എന്നുള്ള മൊഡ്യൂളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ വാൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. വാനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ വാൻ റൂട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ തന്നെ വാനിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, വാൻ ട്രാൻസ്ഫർ, അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാൻ റൂട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ റൂട്ട് സെറ്റ് ചെയ്യുക. ഇവിടെ ഓൾറെഡി നമ്മൾക്ക് സെറ്റ് ചെയ്തിട്ടുള്ള റൂട്ടുകളുണ്ട്, അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ അത് തന്നെയുള്ള ഓപ്ഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ റൂട്ട് ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പുതിയൊരു റൂട്ട് ആഡ് ചെയ്യണമെങ്കിൽ ന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം വാൻ റൂട്ട് കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്കതും ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ബാക്കിൽ പോയിട്ട് നമ്മൾ വാൻ എന്നുള്ള കാറ്റഗറി സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇപ്പോൾ ഉള്ള വാനിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും റൂട്ട് ഏതാണ് എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ന്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് വാൻ നെയിം ആഡ് ചെയ്യുക, അതുപോലെ തന്നെ വാനിൻ്റെ കോഡ് കൊടുക്കുക, ആളുടെ കോൺടാക്റ്റ് നെയിം കൊടുക്കുക. അങ്ങനെ എല്ലാ ഇതും കൊടുത്തതിന് ശേഷം നമ്മൾ ആഡ് ചെയ്താൽ ആ ഒരു വാനും നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് ആഡ് ആവുന്നതാണ്. ഇനി നമ്മൾ ബാക്കിൽ പോയിട്ട് നമുക്കിവിടെ വാൻ ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വാനിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ. നമുക്കൊന്നില്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വാൻ ട്രാൻസ്ഫർ ഇവിടെ നമ്മൾ വാൻ നെയിം വെച്ചിട്ട് നമുക്കിവിടെ സെർച്ച് ചെയ്താൽ ഏത് വേണമെങ്കിലും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് വാൻ ട്രാൻസ്ഫർ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി പർച്ചേസിലുണ്ടെങ്കിൽ നമുക്കത് ഡയറക്റ്റ് ഇമ്പോർട്ട് ഫ്രം പർച്ചേസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ നമുക്കിവിടെ ന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ബാർകോഡ് വെച്ചിട്ട് ഒന്നില്ലെങ്കിൽ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സ്കാൻ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് പ്രൊഡക്റ്റ് സെർച്ച് ചെയ്ത് എടുക്കാം. ഇതിൽ തന്നെ നമുക്ക് ഒന്നില്ലെങ്കിൽ ഐറ്റം നെയിം അല്ലെങ്കിൽ ഐറ്റം ഏലിയാസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് അറബിക് ട്രാൻസ്ലേഷൻ ലഭിക്കുന്നതാണ്. അതിനുശേഷം നമുക്കിവിടെ ക്വാണ്ടിറ്റി എത്ര വേണം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് അവൈലബിൾ സ്റ്റോക്കും ഇത് കാണാം. പിന്നെ യൂണിറ്റ് നെയിമും നമ്മൾക്ക് പീസിൽ വേണോ അതല്ലെങ്കിൽ നമ്മൾക്ക് ഡിറൈവ്ഡ് യൂണിറ്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് യൂണിറ്റിൽ വേണമെങ്കിലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ഒന്നില്ലെങ്കിൽ സെയിൽസ് റേറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാം, അതല്ലെങ്കിൽ പർച്ചേസ് റേറ്റിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ആഡ് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ഐറ്റം നമ്മുടെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ആവാനുള്ളൊരു ഓപ്ഷൻ വരും. അതിനുശേഷം ട്രാൻസ്ഫർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഐറ്റം നമ്മുടെ കയ്യിലേക്ക് ഇവിടെ വാനും കൂടി സെലക്ട് ചെയ്താൽ നമ്മുടെ വാനിലേക്ക് ഇത് ട്രാൻസ്ഫർ ആവുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ബാക്കിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ട്രാൻസ്ഫർ വോയിഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ എന്തെങ്കിലും നമ്മളൊരു ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു എറർ അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ ഒഴിവാക്കാൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ വോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ID അതുപോലെ തന്നെ ട്രാൻസ്ഫേർഡ് ഫ്രം ഏത് ഗോഡൗൺ എന്നാണോ അതുപോലെ തന്നെ ഏത് വാനിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് കൊടുത്താൽ നമുക്കത് വോയിഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾക്ക് വാനിൽ വരുന്നത് വാൻ റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. റിട്ടേണുള്ള എല്ലാ ഗുഡ്സും കാര്യങ്ങളും അടിക്കാനുള്ള ഓപ്ഷനാണ് വാൻ ട്രാൻസ്ഫർ റിട്ടേൺ. അതിൽ ഏത് വാനാണെന്നുള്ളത് സെലക്ട് ചെയ്യുക, ഏത് ഷോപ്പിലേക്കാണ് ഏത് ഗോഡൗണിലേക്കാണെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ എത്ര ക്വാണ്ടിറ്റിയാണ് റിട്ടേൺ വരുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ആഡ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് വാനിൽ വരുന്നത് ഇപ്പോൾ വാനിൽ എന്തെങ്കിലും മിസ്സിങ് സ്റ്റോക്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സിമിലർലി നമുക്ക് വാനിൽ എക്സസ് സ്റ്റോക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിത് റിമൂവ് ചെയ്യാനും പറ്റും. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് വാൻ സ്റ്റോക്ക് വെരിഫൈ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫിസിക്കൽ സ്റ്റോക്കും അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിലുള്ള സ്റ്റോക്കും കമ്പയർ ചെയ്തിട്ട് രണ്ടും സെയിം അല്ലേ എന്നുള്ള നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് വാൻ ഡാമേജ് എന്നുള്ളൊരു ഓപ്ഷനാണ്. വാൻ ഡാമേജ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഡാമേജും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് നമുക്ക് എൻ്റർ വേണ്ടിയിട്ടാണ് ഈ ഒരു വാൻ ഡാമേജ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് വാൻ സ്റ്റോക്ക് അസൈൻ എന്നുള്ളതാണ്. വാൻ സ്റ്റോക്ക് അസൈൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നെഗറ്റീവ് സ്റ്റോക്കുള്ള കാര്യങ്ങളും നമുക്ക് വാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വാൻ സ്റ്റോക്ക് അസൈൻ എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ വെബിൽ വരുന്നത്. ഇനി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വാൻ ആപ്പിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസും കൂടി ആയിരിക്കും ഇനി പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വാൻ സെയിൽസിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ വരുന്നത്. ഇതാണ് ഒരു ഇൻ്റർഫേസ് വരുന്നത്. നമുക്ക് മീതെ തന്നെ സിങ്ക് നൗ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സിങ്ക് നൗ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് മൊത്തം ഈ ഒരു വാൻ സെയിലിൻ്റെ ആപ്ലിക്കേഷനിൽ വരുന്നതായിരിക്കും. ഇവിടെ തന്നെ നമുക്ക് സെയിൽസ് ഓർഡർ, സെയിൽസ് റിട്ടേൺ, റെസിപ്റ്റ്, കസ്റ്റമർ, പ്രൊഡക്റ്റ് റിപ്പോർട്ട് അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്.
പ്രൊഡക്ട്സ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഒരു പ്രൊഡക്ട്സ് ആണോ വാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് അതെല്ലാം ഇവിടെ വിസിബിൾ ആയിരിക്കും. ഇവിടെ തന്നെ ഇമേജ് വെച്ചിട്ടും പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സെയിൽസിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു കസ്റ്റമറിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ എത്ര ക്രെഡിറ്റ് ഉണ്ട്, ബാലൻസ് ഡ്യൂ കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ന്യൂ സെയിൽ അടിക്കുന്ന സമയത്ത് കസ്റ്റമറിനെ സെലക്ട് ചെയ്യാൻ നമുക്കൊന്നില്ലെങ്കിൽ QR കോഡ് വെച്ച് സ്കാൻ ചെയ്യാം, അതല്ലെങ്കിൽ കസ്റ്റമറിനെ മാനുവലായിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഒരു കസ്റ്റമറിനെ ഒന്ന് ആഡ് ചെയ്യാണ്. അതിനുശേഷം ആഡ് ഐറ്റംസ് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നില്ലെങ്കിൽ സ്കാൻ ബാർകോഡ് അല്ലെങ്കിൽ ബാർകോഡ് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ പ്രൊഡക്ട്സ് മാനുവലായിട്ട് ബ്രൗസ് ചെയ്യാം. ഇതിലിപ്പോൾ 7up എന്നുള്ളൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്തതിന് ശേഷം ക്വാണ്ടിറ്റി എത്ര വേണമെന്ന് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ യൂണിറ്റ് റേറ്റും കാര്യങ്ങളും ഐറ്റം ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. അതിനുശേഷം ആഡ് ഐറ്റം എന്ന് അടിച്ചാൽ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ സെയിലിൻ്റെ ഇതിലേക്ക് ആഡ് ആവുന്നതായിരിക്കും. പിന്നെ നമുക്ക് വരുന്നത് ഇവിടെ സെയിൽസ് ഓർഡറിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എത്ര പെൻഡിങ്ങും കാര്യങ്ങളും ഉണ്ടെന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ന്യൂ സെയിൽസ് ഓർഡർ അടിക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുമ്പോൾ ഇവിടെ സെയിൽ റിട്ടേൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ റെസിപ്റ്റ് പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇതിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റ് ഇവിടെ വരും. അതുപോലെ തന്നെ നമുക്ക് ആഡ് ന്യൂ കസ്റ്റമർ വേണമെങ്കിൽ അതും കൊടുക്കാവുന്നുണ്ട്. പിന്നെ വരുന്നത് റിപ്പോർട്ട്സാണ്. റിപ്പോർട്ട്സിൽ തന്നെ എല്ലാ വാൻ സ്റ്റോക്ക് റിപ്പോർട്ട്, വാൻ സ്റ്റോക്ക് ഡീറ്റെയിൽഡ് റിപ്പോർട്ട്, ടോപ്പ് ഷീറ്റ് റിപ്പോർട്ട്, അങ്ങനെയുള്ള എല്ലാ വാൻ സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടും കാര്യങ്ങളും ഈ ഒരു വാൻ ആപ്പിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. ഈ ഒരു ആപ്പിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു സെൻട്രലൈസ്ഡ് ആക്സസും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാൻ ആപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഫുജിഷ്ക ERP കൊണ്ടുവന്നിട്ടുള്ളത്.